അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണം നടന്നു. പെരിഞ്ചേരി AUP സ്കൂളിലായിരുന്നു പരിപാടി. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്വിസ് മത്സരം, വരയ്ക്കലും നിറം കൊടുക്കലും, ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് നടത്തിയത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് രാവിലെ 10 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ സ്വാഗത പറച്ചിലിൽ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഡോക്ടർ അത് വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളെ എല്ലാവരും രാവിലെ തൊട്ട് ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മത്സരങ്ങൾ നടന്നു. എല്ലാ കുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുത്തെങ്കിലും 1-2 പേർക്കാണ് നമുക്ക് മുൻപിലെത്താൻ പറ്റുക. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഭാവി, നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഇതിലും പഠിപ്പിലായാലും അതോടൊപ്പം കലാകായിക മത്സരങ്ങളായാലും ഇങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളിലൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ നല്ല രീതിയിൽ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. ഇതിന് മറ്റൊരു പ്രത്യേകത, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഡോക്ടർ രാവിലെ വിശദമായ രീതിയിൽ ആയുർവേദ ശാസ്ത്രത്തെക്കുറിച്ചും ആയുർവേദത്തിന് ഇക്കാലഘട്ടത്തിലെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിച്ചു. ഡോക്ടർ നേരത്തെ ഒരു വാക്ക് മനസ്സിനെ സ്പർശിച്ചുകൊണ്ട് ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ടായി. അതായത് ഈ പ്രകൃതിയും മണ്ണും ജലവും നമ്മുടെ ജീവനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. നമുക്ക് അമ്മയും കുഞ്ഞും നമ്മളോട് ഒരു പൊക്കിൾക്കുടി ബന്ധം പോലെ പ്രകൃതിയും നമ്മളെല്ലാവരും നല്ല രീതിയിലുള്ള പൊക്കിൾക്കുടി ബന്ധത്തിന്റെ ഒരു ശാസ്ത്രം കൂടിയിട്ടാണ് ആയുർവേദ ശാസ്ത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ലോകം മുഴുവൻ ആയുർവേദ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് മറ്റ് വിഭാഗത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ആയുർവേദ ശാസ്ത്രം നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് വ്യാപിച്ച് ഏഷ്യ ഭൂഖണ്ഡത്തേക്ക് അതിനേക്കാൾ അപ്പുറത്തായിട്ട് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വ്യാപിച്ചു കൊടുക്കുന്ന ഒരു ശാസ്ത്രമായി ആയുർവേദം മാറുമ്പോൾ ആ ആയുർവേദത്തിന്റെ പ്രസക്തി നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകളിലേക്ക് ആശങ്കകളുണ്ടെങ്കിൽ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാവുന്ന ശാസ്ത്രമായിട്ട് ആയുർവേദം മാറിക്കൊണ്ടിരിക്കുക. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V സുനന്ദ, 3ാം വാർഡ് മെമ്പർ പ്രദീപ്, സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ജീവനക്കാരായ ഫാർമസിസ്റ്റ് മേഘ, പാലിയേറ്റീവ് നഴ്സ് മിനി, അറ്റൻഡർ സനൽ, യോഗ പരിശീലകൻ VM വിക്രമൻ, ഹൗസ് സർജൻ ഡോക്ടർ ആദിത്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു.